Hello everyone. So in the last chapter statistics. Simple chapter ആണ്. തൊട്ടുമുന്നേയുള്ള proportion എന്ന് പറയുന്ന chapter discuss ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് simple chapters ആണ്. Statim എന്ന് പറയുന്നത് എന്താണ്? Simple chapter ആണ്. Easy ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു chapter. അപ്പോൾ 8th നിങ്ങൾ ഓൾറെഡി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആളുകളുടെ കുറച്ച് വർക്കേഴ്സിൻ്റെ ഡെയിലി വേജസ് കൊടുത്തിട്ടുണ്ട്. 300 rupees വാങ്ങുന്ന 2 ആളുകളുണ്ട്, 350 വാങ്ങുന്ന 4, അങ്ങനെ ഓരോ ആളുകളുടെയും ഡെയിലി വേജസും അത് വാങ്ങുന്ന എത്ര ആളുകളുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതതിൻ്റെ ഫ്രീക്വൻസിയാണ്, ഇത് ഡെയിലി വേജസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ആവറേജ് ഡെയിലി വേജ് ഇൻ ദിസ് ഫാക്ടറി എന്നുള്ള ആവറേജ് എത്ര? ആവറേജ് ഇങ്ങനെ സാധാരണ കാണുക ടോട്ടൽ ഒബ്സർവേഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ആളുകളുണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി അതാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 പേര് 300 വാങ്ങുന്നുണ്ട്, 4 ആളുകൾ 350 വാങ്ങുന്നുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം. കാരണം ടോട്ടൽ എത്രയാണ് അവിടുത്തെ വേജ് എന്ന് പറയണമെങ്കിൽ 300 വാങ്ങുന്ന 2 ആളുകളുണ്ട്, 300 × 2 എത്ര വരിക? 600. അടുത്ത് 4 × 350 1400. അങ്ങനെ ഇവർ ഓരോ ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ വേജസ് കാണാം. ഈ ടോട്ടൽ വേജസ് എല്ലാവരും നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അവിടുത്തെ ടോട്ടൽ വേജ് എത്ര വരുന്നു കിട്ടുക. അതായത് ഓരോ കാറ്റഗറിയിലുള്ള വേജസ് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വേജ് എത്രയാണ്? 8200 ആണ് ടോട്ടൽ വേജ്. എത്ര ആളുകൾക്കാണ് ആ ഒരു വേജ് അല്ലെങ്കിൽ ആ ഒരു സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന എത്ര ആളുകൾക്കാണ് ഇവർ തമ്മിൽ ആഡ് ചെയ്യുക? എത്ര വരിക? 20. അപ്പോൾ ഈ 20 ആളുകൾക്കാണ് എന്ത് 8200 rupees കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളുടെയും ഡെയിലി വേജ് അല്ലെങ്കിൽ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? 8200നെ 20 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 8200 ഡിവൈഡ് ബൈ 20 = 410 rupees. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് ഒരു ആവറേജ് എത്ര ആയിരിക്കും? 410. റെഡി അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. സാധാരണഗതിയിൽ 300 കിട്ടുന്ന ഒരാൾ, 350 കിട്ടുന്ന ഒരാൾ, ഈ ഒരാൾ എല്ലാം ഓരോ ആളുകളാണെങ്കിൽ ജസ്റ്റ് ഇവർ തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് 1 2 3 4 5 വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 300 കിട്ടുന്ന 2 പേരുണ്ട്, 350 കിട്ടുന്ന 4 ആളുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ടോട്ടൽ വേജ് കിട്ടണമെങ്കിൽ ഓരോ ആളുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ വേജ് കാണണം. എന്നിട്ട് നമ്മളതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ടോട്ടൽ വേജിൻ്റെ വാല്യൂ ഉണ്ടാക്കണം. ഇവിടെ എല്ലാവരും ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ വാല്യൂ ഉണ്ടാക്കണം. 8200നെ 20 വെച്ച് ഡിവൈഡ് ചെയ്യണം. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ടേബിൾ ഷോസ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് സ്റ്റോർഡ് അക്കോർഡിംഗ് ടു ദ മാർക്സ് ദേ ഗോട്ട് ഫോർ എ മാത്ത് ടെസ്റ്റ്. കാൽക്കുലേറ്റ് ദ ആവറേജ് മാർക്ക് ഓഫ് ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ടേബിളും കൂടെ ഇവിടെ കൊടുക്കണം. ഈ ഒരു ടേബിൾ കൂടി കൊടുത്തിട്ട് ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഓരോന്നിനും ഫീഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിന് ടോട്ടൽ കാണുക, അതേപോലെ നമ്പർ ഓഫ് ചിൽഡ്രനെ ടോട്ടൽ കാണുക, ഈ വാല്യൂവിനെ ഈ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ ആവറേജ് കാണാൻ. അപ്പോൾ ഇതിനൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. പോയിന്റ് ഇതാണ്: ദ ആവറേജ് ഓഫ് എനി സെറ്റ് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 2 ഫിക്സഡ് നമ്പേഴ്സ് ഈസ് ഓൾസോ ബിറ്റ്വീൻ ദീസ് 2 നമ്പേഴ്സ് എന്നുള്ള നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ആവറേജ് കാണുകയാണെങ്കിൽ ആവറേജിൻ്റെ ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ആൻസർ ഉണ്ടല്ലോ, അത് എവിടെയായിരിക്കും? ഈ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ഉള്ളിൽ വരുന്ന ആളായിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള 410 എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ വാല്യൂസിൻ്റെ ഏകദേശം സെൻറ്ററിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആളാണ് അല്ലേ? 300 മുതൽ 500 വരെയുള്ള ആ വാല്യൂവിൻ്റെ അകത്ത് വരുന്ന ആളാണ്. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആവറേജ് കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ആ മാർക്സ് എന്ന് പറയുന്നത് 2ൻ്റെയും 10ൻ്റെയും ഇടയിൽ വരുന്ന ആളായിരിക്കും. കാരണം ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഏകദേശം അതിൻ്റെ ഒരു മിഡിൽ പൊസിഷനിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് ഓൾമോസ്റ്റ് ഒരാൾക്ക് എത്ര കിട്ടും എന്നുള്ളത് കാണിക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? ആ തന്നിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ഇൻബിറ്റ്വീനായിരിക്കും വരിക. കാരണം പുറത്തുള്ളൊരു വാല്യൂ വന്നിട്ടുണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ ഉള്ള ഡാറ്റയിൽ ആവറേജ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇൻബിറ്റ്വീനായിരിക്കും ആ വാല്യൂ വരിക എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ: ദ ടേബിൾ ഷോസ് ദ ലേബേഴ്സ് ഇൻ എ ഫാക്ടറി സ്റ്റോർഡ് അക്കോർഡിംഗ് ടു ദെയർ ഡെയിലി വേജസ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്? ഡെയിലി വേജ് സ്റ്റോർ ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? 250 മുതൽ 300 വരെ 8 ആളുകൾക്ക്, 300 മുതൽ 350 വരെ 4 ആളുകൾക്ക്, 350 മുതൽ 400 വരെ 16 ആളുകൾക്ക്. അങ്ങനെ ഒരു ക്ലാസ് ആയിട്ടാണ് കൊടുത്തത്. എന്തിനാണ് ഈ ക്ലാസ് കൊടുക്കുന്നത്? കാരണം തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കുറച്ച് ആളുകളേ ഉള്ളൂ. 300 കിട്ടിയ 2 ആളുകൾ, 350 കിട്ടിയ 4 ആളുകൾ, അങ്ങനെ ഉള്ളൂ. വലിയൊരു കമ്പനിയാണ്, അതിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ എല്ലാവരുടെയും ഡെയിലി വേജസ് അല്ലെങ്കിൽ അവരുടെ സാലറി ഇങ്ങനെ കംപ്ലീറ്റ് ടേബിൾ ചെയ്യുക എന്നുള്ള ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ് ആക്കും. ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ വരുന്ന ആളുകൾ ഇത്ര പേരുണ്ട് കൊടുക്കും. പക്ഷേ ഇവരുടെ ആവറേജാണ് കാണേണ്ടതെങ്കിൽ എങ്ങനെ നമ്മൾ ആവറേജ് കാണുക? തൊട്ടുമുന്നേയുള്ള ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവരുടെ വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഓരോ കിട്ടുന്ന ടോട്ടൽ ചെയ്യുക, ടോട്ടൽ ആളുകളുടെ കൗണ്ട് നോക്കുക, ഡിവൈഡ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെ ഏതാളെ വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുക? 250 × 8 ചെയ്യണോ അതോ 300 × 8 ചെയ്യണോ? ഏത് ചെയ്താലാണ് കറക്റ്റ് ആവുക? അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു മിഡ് വാല്യൂ ആണ്. ഓക്കെ, അതിൻ്റെ ഒരു മിഡ് വാല്യൂ, ആ ക്ലാസിൻ്റെ മിഡ് വാല്യൂ. അപ്പോൾ 250 മുതൽ 300 വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏകദേശം കറക്റ്റ് സെൻട്രൽ വരുന്ന വാല്യൂ ആരാണ്? 275. 300 മുതൽ 350 വരെ സെൻട്രൽ ആരാണ്? 325.
350 മുതൽ 400 വരെ, സെൻട്രൽ 375. അങ്ങനെ ഓരോ ക്ലാസ്സുകളുടെയും മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ മിഡ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 8 into 275 എന്ത് വരും, 2200. 4 into 325 1300. 16 into 375 6000. അങ്ങനെ ഓരോ ആളുകളുടെയും വാല്യൂസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ നമ്പർ ഓഫ് ഫ്രീക്വൻസി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, ഈ ആളുകളുടെ സമ്മ് കാണാം 14850. ഇവിടുത്തെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആളുകളുടെ നമ്പറിൻ്റെ സമ്മം കാണാം 40. അപ്പോൾ എന്തായിരിക്കും ആവറേജ്, 14850 ഡിവൈഡ് ബൈ 40. 00 ക്യാൻസൽ ചെയ്യും. 1485 ഡിവൈഡ് ബൈ 4. ഇതിൽ 3 ടൈംസ് 3 into 4 12 2 28. 7 ടൈംസ് 7 into 4 എന്താ വരിക, 28 0 5 വരും. 1 ടൈം 4 1 10 10 2 ടൈംസ് 8 2 5. സോ 371.25 ആയിരിക്കും എന്ത്, അതിൻ്റെ ആവറേജ്. നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ വരുന്ന വാല്യൂ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്ലാസ് ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ കാണുക, എന്നിട്ട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ കാണുന്നത്, നമ്പർ ഗോട്ടൺ ഡിവൈഡിങ് ദ സം ബൈ ദ നമ്പർ വിച്ച് വി യൂഷ്വലി കോൾ ആവറേജ് ഈസ് ടെക്നിക്കലി കോൾഡ് അരിത്തമെറ്റിക് മീൻ ഓർ സിംപ്ലി മീൻ. വേറൊരു പേരാണ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു അരിത്തമെറ്റിക് മീൻ എന്താണ്, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് 10th നിങ്ങൾ പഠിക്കുന്നുണ്ട്, +1 +2 പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആവും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ക്ലാസ് ആക്കി കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെയും എന്ത് കാണണം, ആദ്യം മിഡ് വാല്യൂ കാണണം അല്ലേ, മിഡ് വാല്യൂ കാണണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ കാണേണ്ടത്. എന്നിട്ട് ഇവിടുത്തെ ടോട്ടലും ഈ ഒരു ടോട്ടലും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പണി മാത്രം ചെയ്താൽ മതി. റെഡി അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലൊന്നും എന്ത് ചെയ്യരുത്, മിസ്സാവരുത്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിന് മുന്നേ പല ചാപ്റ്റേഴ്സും ഇതേപോലെ അതിൻ്റെ സമ്മറിയും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട്, എല്ലാം കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കി ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യാം. താങ്ക്